പെൺകുട്ടികളുടെ വിഷയം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ ഏതാണ്ട് ഒരു 13-14 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു 13 വയസ്സ് ആകുന്നതോടുകൂടി തന്നെ പഴയ കാലത്ത് ഉമ്മമാർ കുട്ടികൾക്ക് നൽകിയിരുന്ന ഒരു വിദ്യാഭ്യാസമുണ്ട്. ആ വിദ്യാഭ്യാസം നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കണം. അത് മറക്കുവാനുള്ള, അതുപോലെ തന്നെ ശരീരത്തിലെ ആകർഷണീയമായ അവയവങ്ങൾ മറക്കുവാനുള്ള ഒരു വിദ്യാഭ്യാസം. 13 വയസ്സാകുമ്പോഴേക്കും ഉമ്മമാര് പറയാറുണ്ടല്ലോ, പിന്നെ നീ ഒരു പെണ്ണായി വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം, അതുകൊണ്ട് പുറത്തിറങ്ങുകയാണെങ്കിൽ അത് ആണുങ്ങളുടെ ഇടയിൽ കൈ പോണത്, അതുകൊണ്ട് ആ തട്ടെടുത്തൊന്ന് മറിച്ചാളാം, മുന്നിൽ കണ്ട് എടുത്തിട്ടാളാം തട്ടം എന്നൊക്കെ പറയാറില്ലേ? ഈ പറയുന്ന പറച്ചിൽ എവിടെ പോയിപ്പോ? ഇത് പറയേണ്ടതില്ല എന്ന് നമ്മൾ തീരുമാനിച്ചോ? അത് പറയേണ്ടതില്ല എന്ന് ആരെയാ തീരുമാനിച്ചത്? നമ്മളാരും തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചത് ആരാന്ന് ചോദിച്ചാൽ ചാനലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അത് തീരുമാനിച്ചത്. അവര് തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ മാറൊക്കെ വളർന്നു വരുന്ന സമയത്ത് ലജ്ജാശീലമല്ല അവരിൽ വളരേണ്ടത് ഒരു തരത്തിലുള്ള പ്രകടന വാഞ്ചയാണ് എന്നവർ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികള് ഇപ്പോൾ ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നെ ഇതാ നോക്കിക്കോളി, ഞാനൊരു 10-15 വയസ്സായിട്ടുണ്ട് എന്നുള്ള നിലക്ക് കുട്ടികൾ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ടും നട്ടല് നിവർത്തിപ്പിടിച്ചുകൊണ്ടുമാണ് ഇന്ന് ആളുകളുടെ മുമ്പാകെ വരുന്നത്. അത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ വളരെ കൂടുതലുണ്ട് എന്നതുകൊണ്ടാണ് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മറക്കാനും ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കുന്ന ശരീരഭാഗങ്ങൾ മറക്കുവാനുമുള്ള ഒരു പരിശീലനം നമ്മൾ നൽകേണ്ടതുണ്ട്. നമ്മുടെ ഈ യൂണിഫോം സിസ്റ്റം പോലും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഒരു സ്വഭാവത്തിലാണ്, ഒരു കൾച്ചറിന്റെ അടിസ്ഥാനത്തിലാണ് ആ സിസ്റ്റം. ഞാൻ സാധാരണ യാത്ര ചെയ്യുന്ന മാവൂർ റോട്ടിൽ ഒരു കാഴ്ച ഞാൻ കാണാറുണ്ട്. അവിടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് മുട്ടുംകാലിന് മുകളിലേക്ക്, തൊടയുടെ മുകളിലേക്ക് മാത്രം വസ്ത്രം ധരിച്ചുകൊണ്ടാണ് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞപ്പോ ഒരാളിനോട് പറഞ്ഞു അത് ഗേൾസ് സ്കൂൾ മാത്രമാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ ആളുകൾ ബസ്സിൽ സഞ്ചരിക്കുന്നതും ഇതേ വസ്ത്രധാരണത്തോടു കൂടിയാണ്. അവിടെ മുസ്ലിം കുട്ടികളും ആളുകളെ പറഞ്ഞേക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അടുത്ത കാലത്ത് കണ്ട ഒരു പ്രത്യേകത, മുസ്ലിം കുട്ടികൾ പർദ്ദ ധരിച്ചിട്ടാണ് അവിടെ വരുന്നത് എന്നുള്ളതാണ്. പർദ്ദ ഗേറ്റിലേക്ക് പോകുമ്പോ ധരിക്കൂല, ഗേറ്റിന്റെ പുറത്തെത്തിയിട്ട് ആ പർദ്ദ മടക്കി ബാഗിലിട്ടതിന് ശേഷം അവരുടെ വസ്ത്രധാരണമായിട്ട് അകത്തേക്ക് പോകുന്ന ഒരു കാഴ്ച എനിക്ക് എന്റെ കണ്ണുകൊണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്രയും നല്ലത്. പക്ഷേ നമ്മുടെ ഈ സ്കൂളിൽ നേരെ തിരിച്ചാണ്. ആ തിരിച്ചെന്താന്ന് ചോദിച്ചാൽ കുട്ടികൾ ഇങ്ങോട്ട് വരുമ്പോൾ മാത്രം പർദ്ദ ഇടുകയും അല്ലെങ്കിൽ മുഖമക്കര ധരിക്കുകയും പുറമെ പോകുന്ന സന്ദർഭങ്ങളിലെല്ലാം അവർ മറ്റൊരു രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. നമ്മുടെ കുട്ടികളുടെ ചാരിത്രം കാത്തു സൂക്ഷിക്കുന്നതിൽ അത് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഒരു മുസ്ലിം മതമൗലികതാവാദി അല്ലെങ്കിൽ ഒരു മുസ്ലിയാര് പറയുന്ന ഒരു വാചകമായിട്ടല്ല. മിനിയാന്ന് തിരുവനന്തപുരത്ത് വെച്ച് ജസ്റ്റിസ് ശ്രീദേവി വളരെ ശക്തിയായിട്ട് സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ ചില ആളുകൾ പറയും, അപ്പൊ പെണ്ണുങ്ങളെയാണോ നോക്കേണ്ടത്? ആണുങ്ങളല്ലേ കുഴപ്പമുണ്ടാക്കുന്നത്, എന്നിട്ടും പെണ്ണുങ്ങളെ നന്നാക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചു. അതിനൊരു വിദ്വാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് എന്റെ മറുപടിയല്ല, മറ്റൊരു വിദ്വാന്റെ മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി, ജ്വല്ലറി കവർച്ച നടത്തുന്നതിന് കള്ളന്റെ വീട്ടിലല്ലല്ലോ കാവല് നിൽക്കല്, ജ്വല്ലറിക്ക് തന്നെ കാവല് നിൽക്കണ്ടേ? കവർച്ച ചെയ്യപ്പെടുന്നതിനാണ് കാവൽ നിൽക്കേണ്ടത്. അതുകൊണ്ട് കവർച്ച ചെയ്യപ്പെടുന്ന സ്ത്രീത്വത്തെ സംരക്ഷിച്ചു നിർത്തുക എന്നതാണ് വസ്ത്രധാരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ആ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളുടെ വളർച്ചയനുസരിച്ച് അത് വളർത്തിക്കൊണ്ടുവരണം. നമ്മുടെ പഴയ കാലത്ത് ഈ ഹാഫ് സാരി എന്ന് പറയുന്ന ഒരു സാരി, സെറ്റ് എന്ന് പറയുന്ന ഒരു രൂപം, ഹാഫ് ചോല എന്ന് പറയുന്ന ചേല എന്ന് പറയുന്ന സംഗതിയൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്തിനാന്ന് വെച്ചാൽ മറക്കാൻ വേണ്ടിയിട്ടാണ്. ആ മറക്കുന്നതിലൂടെയാണ് ഒരു ലജ്ജാശീലം നമ്മുടെ കുട്ടികൾക്ക് വരുന്നത്. നിങ്ങൾ ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് മുഖാമുഖം ഇരിക്കും. ഈ മുഖാമുഖം ഇരിക്കുമ്പോ ഒരാളുടെ ശ്രദ്ധ എതിർഭാഗത്ത് ഇരിക്കുന്ന ഒരു സ്ത്രീയുടെ മാറിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ വരാൻ പോകുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും ആ സ്ത്രീ സാരി മേലോട്ട് പൊന്തിച്ച് അവളുടെ മാറിടം മറക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതൊരു ലജ്ജാശീലമാണ്.
ആ ലജ്ജാശീലം നമ്മുടെ കുട്ടികളിൽ നമ്മൾ വളർത്തിയെടുത്തേ പറ്റൂ എന്നുള്ളതാണ്. അങ്ങനെ വളർത്തിയെടുക്കുമ്പോൾ മാത്രമേ അവരുടെ ചാരിത്രം സംരക്ഷിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇപ്പോൾ പ്രശ്നമുണ്ട്. ഇപ്പൊ പ്രശ്നം എന്ന് വെച്ചാൽ ഹോർമോൺ ധാരാളമായി കുത്തിവെക്കുന്ന കോഴികളാണല്ലോ നമ്മൾ തിന്നുന്നത്. ഇഷ്ടം പോലെ കോഴിയല്ലേ. ഞാനിവിടെ ഈ ഉച്ചക്കുള്ള ഇടവേളയിൽ ഇങ്ങനെ നോക്കുമ്പോ കുട്ടികളൊക്കെ കോഴി തിന്നാണ്. കോഴി ബിരിയാണിയാണ് എല്ലാ കുട്ടികളും. ഈ കോഴി ബിരിയാണി തിന്നിട്ട് ഇപ്പോൾ പട്ടണങ്ങളിലൊക്കെ തന്നെ കുട്ടികളായ വൃദ്ധന്മാരുണ്ടായിത്തീരുന്നു. കുട്ടികളായ വൃദ്ധന്മാർ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ നടന്നു പോകുമ്പോൾ അവരുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും ഇങ്ങനെ കുലുങ്ങും. ഇവിടെ പിൻഭാഗം, അതുപോലെ വയറിന്റെ അടിഭാഗം, ഇതൊക്കെ ഇങ്ങനെ കുലുങ്ങുന്നുണ്ട്. അവരിങ്ങനെ ഈ ഭൂമി തന്നെ കുലുങ്ങാണോ എന്നുള്ള നിലക്കാണ് അവര് പോകുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങളാണ്. അതിപ്പോ നമ്മൾ വിചാരിച്ചാൽ ഒരു ക്ലാസ് കൊണ്ടൊന്നും മാറ്റാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഒരുപാട് സാഹചര്യങ്ങൾ അതിലുണ്ട്. പക്ഷേ ഇതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു? ഒരു 8 വയസ്സാകുമ്പോഴേക്ക് 9 വയസ്സാകുമ്പോഴേക്ക് കുട്ടികൾ ശാരീരികമായി ഒരു തരത്തിലുള്ള വികാസം നേടുന്നു. കുട്ടിക്ക് അതിനനുസരിച്ചുള്ള മാനസിക വികാസം ഉണ്ടാകുന്നില്ല. മാനസിക വികാസം ഉണ്ടാകാത്തത് കൊണ്ട് കുട്ടികൾക്ക് സ്വന്തം സഹോദരനിൽ നിന്നോ അമ്മാവനിൽ നിന്നോ കസിൻ ബ്രദേഴ്സിൽ നിന്നോ ഉണ്ടാകുന്ന ലാളനകൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇവരിങ്ങനെ തൊട്ട് ലാളിക്കും കുട്ടികളെ. അവിടെ ഇവിടെ ഒഴിയുന്നൊക്കെ ഉണ്ടാവും. അത് കുട്ടിയാണെങ്കിൽ ഒരു സ്നേഹമായിട്ട് എന്റെ അടുത്ത ബന്ധു എന്നുള്ള നിലയിൽ അത് ആസ്വദിക്കുന്നുണ്ടാകും. ഈ ആസ്വദിക്കുന്നതിന്റെ ഇടക്ക് തന്നെ ഇത് ചെയ്യുന്നവന്റെ തലയിൽ ചിലപ്പോൾ സെക്സിയായ വികാരങ്ങൾ കത്തുന്നുണ്ടാകും. അത് കത്തി പിന്നീട് അത് സ്വകാര്യതയിലേക്ക് നീങ്ങുകയും പിന്നീട് സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കുകയും ചിലപ്പോൾ അത് അതിര് കവിഞ്ഞു എന്ന് ബോധ്യമായാൽ കൊല വരെ അവിടെ വെച്ച് ചെറിയ കുട്ടികളെ കൊല്ലുക എന്ന ഒരു സംഗതി വരെ സംഭവിക്കുകയും ചെയ്യും. അടുത്ത കാലത്ത് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾ നോക്കൂ. മകളെ പിതാവ് പീഡിപ്പിക്കുന്നു, മകളെ വല്യച്ഛൻ പീഡിപ്പിക്കുന്നു, സഹോദരന്മാർ പീഡിപ്പിക്കുന്നു, അമ്മാവന്മാർ പീഡിപ്പിക്കുന്നു. ഈ അമ്മാവൻ എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച ഒരു സാധനമാണ്. നേരെ ഉമ്മയുടെ ആങ്ങളയായ അമ്മാവനല്ല ഞാൻ പറയുന്നത്. നമ്മുടെ കുട്ടികൾ അങ്കിൾ എന്ന് വിളിക്കുന്ന വലിയൊരു വൃത്തമുണ്ടല്ലോ. അങ്കിൾ എന്നാണ് കുട്ടികൾ വിളിക്കുന്നത്. അത് അയൽപക്കത്ത് വരും, സൗഹൃദത്തിൽ വരും, കസിൻ ബ്രദേഴ്സ് വരും. ആ ഒരു വലിയ വൃത്തത്തിൽ വരുന്ന അങ്കിൾ എന്ന പ്രയോഗം തന്നെ ഒരു അടുപ്പത്തിന്റെ പ്രയോഗമാണ്. ഈ അടുപ്പം വികസിപ്പിച്ചു കൊണ്ടുവരേണ്ടുന്ന ഒരു അടുപ്പവുമാണ്. പക്ഷെ ആ അടുപ്പം ഏതെങ്കിലും സന്ദർഭത്തിൽ വഴിതെറ്റി പോകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുവാൻ രക്ഷിതാക്കൾക്ക് കഴിയുന്നില്ലെങ്കിൽ പീഡനത്തിന്റെ കഥകൾ നമ്മുടെ വീടകങ്ങളിൽ നിന്നും നമ്മൾ കേൾക്കേണ്ടി വരും എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അവരെ നിങ്ങൾ കിടപ്പ് അറകളിൽ അകറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് 9 വയസ്സ് കഴിയുമ്പോൾ 10 വയസ്സാകുന്ന ഘട്ടത്തിൽ ഉമ്മയുടെയും ബാപ്പയുടെയും കിടക്കയിൽ പിന്നെ ആ കുട്ടി കിടക്കരുത്. ആ കുട്ടിക്ക് മനസ്സിലാവണം, ഞാൻ ഇപ്പോൾ ഒരു സ്വകാര്യതയെക്കുറിച്ച് ബോധമുണ്ടാകേണ്ടുന്ന ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്ന നിലക്ക് അവളെ മാറ്റിക്കിടത്തണം. അതുപോലെ തന്നെ ആ പ്രായഘടനയിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു വിരിപ്പിൽ ഒരു പുതപ്പിന് താഴെ കിടക്കുന്നതായ ഒരു സാഹചര്യവും ഉണ്ടാകരുത്. ഇതൊക്കെ അള്ളാന്റെ റസൂല് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്, ഞാൻ പറയുന്ന കാര്യമല്ല. ഈ ഒരു അകൽച്ച കാത്തു സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ ഗാർഹിക പീഡനങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. എപ്പോഴും ഒരു ഡിസ്റ്റൻസിനെ കുറിച്ചുള്ള ബോധം, അന്യരുമായുള്ള ഒരു അകൽച്ചയെ കുറിച്ചുള്ള ബോധം നമ്മുടെ പെൺകുട്ടികൾക്ക് നിങ്ങൾ അടിക്കടി നൽകിക്കൊണ്ടിരിക്കണം. അത് സ്നേഹത്തെ ഇല്ലായ്മ ചെയ്യല്ല, സൗഹൃദത്തെ ഇല്ലായ്മ ചെയ്യല്ല, ആത്മവിശ്വാസത്തെ നഷ്ടപ്പെടുത്തുകയല്ല. ഒരു പെൺകുട്ടിക്ക് ബോധമുണ്ടാകണം, എന്റെ വിലപ്പെട്ട സ്വത്ത് എന്റെ ചാരിത്രമാണ്. എന്റെ ചാരിത്രത്തിൽ ഒരാൾ കൈവച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് ജീവിതാന്ത്യം വരെ ഒരു വലിയ പ്രഹരമായിരിക്കും. എന്റെ ജീവിതാന്ത്യം വരെ എന്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചില്ലല്ലോ എന്ന ബോധം എന്നെ അലട്ടിക്കൊണ്ടിരിക്കും. ഞാൻ എന്റെ ഭർത്താവിന്റെ മുമ്പിൽ കുറ്റബോധമുള്ളയാളായിരിക്കും, എന്റെ മാതാവിന്റെയും പിതാവിന്റെയും മുമ്പിൽ കുറ്റബോധമുള്ളയാളായിരിക്കും. അതുകൊണ്ട് എന്റെ ശരീരത്തെ സംരക്ഷിക്കുന്നത് ഞാനാണ് എന്നുള്ള ഒരു ബോധം കുട്ടിക്ക് കുറേശ്ശെയായി അവളുടെ വളർച്ചക്കനുസരിച്ച് നമ്മൾ നൽകിക്കൊണ്ടിരിക്കും. അപ്പോഴേ അവളുടെ തന്നെ പിതാവിൽ നിന്ന് അവൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയുള്ളൂ. അവളുടെ കസിൻ ബ്രദേഴ്സിൽ നിന്ന് അവളുടെ അങ്കിൾമാരിൽ നിന്ന് അവള് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയുള്ളൂ. അവൾ പോകുന്ന ബസ്സിൽ നിന്ന്, അവൾ പോകുന്ന ജീപ്പിൽ നിന്ന്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ട്രെയിനിൽ എല്ലാം
ഈ ഒരു ഡിസ്റ്റൻസ് അവൾക്ക് കീപ്പ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഇത് അവളുടെ മനസ്സിലുണ്ടാക്കേണ്ട ഒരു ബോധമാണ്. ആ മനസ്സിലുണ്ടാക്കേണ്ടുന്ന ബോധത്തിന്റെ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനുള്ള ഒരു വിശ്വാസമാണ് നമ്മൾ അവളിൽ ഉണ്ടാക്കേണ്ടത്. അവളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു കാവൽക്കാരനെ നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ 100 കണ്ണുകൾ തുറന്നു വെച്ചാലും അവൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കും. നിങ്ങൾക്ക് അവളെ രക്ഷിക്കാൻ യാതൊരു വഴിയുമില്ല. അവളെ രക്ഷിക്കാനുള്ള ഒരു കാവൽക്കാരനെ അവളുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ കാവൽക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ആ കാവൽക്കാരൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ, ഏകനായ പടച്ചവനെ, ഈശ്വരനെ, ദൈവത്തെ അവളുടെ മുമ്പിൽ നമ്മൾ കത്തിച്ചു വെക്കണം, ഒരു വിളക്കായി കത്തിച്ചു വെക്കണം. ഏത് തെറ്റായ വഴിയിലേക്ക് നീങ്ങുമ്പോഴും അവൾക്ക് തോന്നണം, ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അള്ളാഹുവിനോട് എനിക്ക് മറുപടി പറയേണ്ടി വരുന്നുണ്ട്. എന്റെ സെഫിയ മിസ് കാണുന്നില്ലെങ്കിലും, പ്രിൻസിപ്പാൾ കാണുന്നില്ലെങ്കിലും, സ്കൂൾ ടീച്ചർ കാണുന്നില്ലെങ്കിലും, നമ്മുടെ ഉമ്മ കാണുന്നില്ലെങ്കിലും, വാപ്പ കാണുന്നില്ലെങ്കിലും ഒരാൾ മുകളിൽ നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ബോധം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. ആ ബോധം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് ആ ബോധം ഉണ്ടാകണം. ആ ബോധം നിങ്ങൾക്കില്ലാതെ നിങ്ങളുടെ കുട്ടികൾക്ക് ആ ബോധം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. നിങ്ങൾ ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും, എന്റെ ഉമ്മക്കും എന്റെ വാപ്പക്കും അള്ളയെ കുറിച്ചുള്ള ബോധമുണ്ട്, അതുകൊണ്ട് അള്ളയുണ്ട്. നിങ്ങൾ അവര് കളവ് പറയുന്നില്ലെങ്കിൽ, നിങ്ങൾ കളവ് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരെ വഞ്ചിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് മനസ്സിലാവും, എന്റെ ഉമ്മയും വാപ്പയും ഒരു പരാശക്തിയെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ സാധ്യതകളും ഒത്തിട്ടും അവിഹിതമായിട്ടുള്ള യാതൊന്നും ആസ്വദിക്കാതിരിക്കാൻ, അവിഹിതമായ യാതൊന്നും ഞങ്ങൾക്ക് ഭക്ഷണമായി തരാതിരിക്കാൻ ഞങ്ങളുടെ വാപ്പയും ഞങ്ങളുടെ ഉമ്മയും ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വാപ്പയും ഉമ്മയും ഒരു അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ട്, ആ അള്ളാഹുവിനെ ഞാനും ഭയപ്പെടേണ്ടതുണ്ട് എന്നുള്ള ഒരു വിചാരം അവളിൽ വളർന്നു വരണം. ആ വിചാരമുണ്ടെങ്കിലേ അവളെ അന്തിമമായി സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്.